ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഈ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ള രീതിയിലുള്ള ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാർ ധാരാളമുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ വർക്കിംഗ് ക്ലാസ്സൊക്കെ ഒരുപാട് പേര് മുറുക്കുന്നുണ്ട്. നമ്മുടെ കൺവെൻഷനായിട്ട് കേരളത്തിൽ തന്നെ എല്ലാവരും മുറുക്കിൻ്റെ ഒരു സ്വഭാവമുള്ളതാണ്. ഇപ്പോൾ ഈ പാനെന്ന് പറയുന്ന സാധനം അതിലും വലിയ ഡേഞ്ചറസ് ആണ്. പാൻ പരാഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ റോഡ് സൈഡിലൊക്കെ വിൽക്കുമല്ലോ പാൻ. അതിൻ്റെ അകത്ത് ഈവൻ ഈ ഗ്ലാസിൻ്റെ പൊടി വരെ ഫൈനായിട്ടുള്ള പൊടി വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വെച്ചാൽ ഈ മ്യൂക്കോസ ലെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇതിൻ്റെ കിക്ക് കിട്ടും. അബ്സോർബ് അതിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ വരുന്ന സാധനങ്ങൾ ഇത് പെട്ടെന്ന് ഇവിടെ മ്യൂക്കോസൽ ലെയറിനെ ബ്രേക്ക് ചെയ്തിട്ട് അൾസേഴ്സ് അല്ലെങ്കിൽ ഈവൻ ലീഷ്യൻസ്, അതായത് എറിത്രോപ്ലേക്കിയ, ലൂക്കോപ്ലേക്കിയ എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇവർക്കിതുണ്ടേ തന്നെ അവർ മുമ്പോട്ട് വരില്ല സ്ക്രീനിങ്ങിന്. അതാണ് ഏറ്റവും വലിയ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നൽ പലർക്കും ഉണ്ട്. അതുകൊണ്ട് അത് ഹീൽ ചെയ്യാതെ അത് വർഷങ്ങളായിട്ട് ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ട്. ഈ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണം. ഇതൊക്കെ കൊണ്ട് ക്യാൻസർ ഉണ്ടാകാമെന്നൊരു മനസ്സിലാക്കണം. അവർ ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നാവും. അല്ലെങ്കിൽ ഈ നമ്മൾ എത്ര ശ്രമിച്ചാലും ആൾക്കാരുടെ സ്വഭാവം മാറാതെ അസുഖത്തിനൊരു പ്രതിവിധി ഉണ്ടാവില്ല. അതാണ് എനിക്ക് തോന്നുന്നത്.